പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിൽ വരുത്തുന്ന പത്രം മലയാള മനോരമയാണ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 2-ാം തീയതി നമുക്കിടയിൽ ഇപ്പം പത്രങ്ങളുടെ എല്ലാം 1-ാം പേജിൽ മിക്കവാറും പരസ്യങ്ങളാണല്ലോ വരിക, ഫുൾ പേജ് പരസ്യം. ഓഗസ്റ്റ് 2-ാം തീയതി എൻ്റെ വീട്ടിൽ മനോരമ പത്രം വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇടിമണ്ണിക്കൽ ജ്വല്ലറി എന്ന് പറഞ്ഞൊരു ജ്വല്ലറിയുടേതാണ് ആ പരസ്യം. അവർ കൊച്ചിയിൽ അവരുടെ ഒരു ഷോറൂം ആരംഭിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടിപ്പോയി. കാരണം ആ ഇടിമണ്ണിക്കൽ ജ്വല്ലറി എന്ന് പറഞ്ഞ ജ്വല്ലറിയുടെ കൊച്ചിയുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ആരാന്നറിയോ സുഹൃത്തുക്കളെ? നമ്മുടെ ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീമാൻ വി.ഡി. സതീശൻ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് എന്താണെന്നറിയോ, ഈ ഹണി റോസിനെ പോലെയൊക്കെയുള്ള സിനിമാ നടിമാരുണ്ടല്ലോ, അവരൊക്കെയാണല്ലോ ഈ ഷോറൂം ഉദ്ഘാടനം ചെയ്യും. സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ആണല്ലോ, നിവിൻ പോളി, മഞ്ജു വാര്യർ, അവരൊക്കെയാണല്ലോ ഇതിൻ്റെ ഇത്തരം ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അവർക്കൊക്കെ പെട്ടെന്ന് ഈ സതീശൻ്റെ ഈ പണി കൊണ്ട് അവർക്കൊക്കെ ജോലിയില്ലാതാകുമോ എന്നൊരു സംശയം എൻ്റെ മനസ്സിനെ ബാധിച്ചു. കാരണം ഈ സിനിമാടിമാരും നടന്മാർക്കുമൊക്കെ അവർക്ക് 5-10 ലക്ഷമൊക്കെ കൊടുത്തിട്ടാണ് അവരെ ഈ ഷോറൂമുകളുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ സതീശൻ ഇങ്ങനെ സ്വർണ്ണക്കടകൾ കൂടി ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയാൽ ഈ നടന്മാരുടെയൊക്കെ വരുമാനം നിന്നു പോകില്ലേ സുഹൃത്തുക്കളെ? ഇപ്പോൾ ഹണി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള വനിത, അവർ സിനിമാ നടി എന്നാണ് പറയുന്നതെങ്കിലും അവർ വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് അവർ അഭിനയിക്കുന്നത്. അവർ പ്രധാനമായി ഇതുപോലുള്ള പരസ്യ ഈ ഉദ്ഘാടനങ്ങൾക്കും ഒക്കെ പോയി പണം ഉണ്ടാക്കിയാണ് അവർ ജീവിച്ചു പോകുന്നത്. എന്നിട്ട് പറയുന്നു മഞ്ജു വാര്യർക്ക് പോലും ഇപ്പോൾ സിനിമയൊന്നുമില്ല, പരസ്യവും ഇതുപോലെ ഉദ്ഘാടനങ്ങളൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനമാണ്. എന്ന് മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കുന്ന നടിമാർക്കും നടന്മാർക്കും ഒക്കെ ഇതുപോലുള്ള ഉദ്ഘാടനങ്ങളിൽ നിന്നുള്ള വരുമാനം അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. എന്നിട്ട് പറയുന്നു മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ളവർ പോലും ഇതുപോലെ ചില ഉദ്ഘാടനങ്ങൾക്ക് പോകണം, കാരണം കോടികളാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമാൻ വി.ഡി. സതീശൻ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ നടന്മാരുടെയൊക്കെ അവസരം എന്താവും? നാളെയും ഇതുപോലെ ഇപ്പോൾ ഇടിമണ്ണിക്കലിൻ്റെ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ വേറെ ആരെങ്കിലും വിളിക്കുമ്പോൾ അവിടെയും പോകേണ്ടി വരില്ലേ? അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സിനിമാ നടിമാരുടെയൊക്കെ വരുമാനത്തെ അത് ബാധിക്കുമോ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയി എന്ന് ഞാൻ പറയുന്നത്. വളരെ ലൈറ്റർ വെയിനിൽ ഉള്ളൊരു കാര്യമാണ്. ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ ആരാ? വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു മന്ത്രിയല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. കേരളത്തിൻ്റെ ഭരണഘടനാ തലവനാണ് വി.ഡി. സതീശൻ. ഇനി വി.ഡി. സതീശൻ മുഖ്യമന്ത്രി മാത്രമാണോ? വി.ഡി. സതീശൻ മുഖ്യമന്ത്രി മാത്രമല്ല, ധനകാര്യമന്ത്രി കൂടിയാണ്. ധനകാര്യമന്ത്രിയുടെ പ്രത്യേകത എന്താ? ധനകാര്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ നികുതി വരുമാനം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നത്. ധനകാര്യമന്ത്രിമാർ കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ നികുതി വരുമാനം വർദ്ധിക്കും. ധനകാര്യമന്ത്രിമാർ വിട്ടുവീഴ്ച ചെയ്താൽ നികുതി കുറയും. അപ്പം നമ്മുടെ നിലനിൽപ്പ് തന്നെ ആശ്രയിച്ചിരിക്കുന്ന നികുതി വരുമാനത്തിൽ ചടുലമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ബാധ്യതപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യമന്ത്രി സ്ഥാനം. അപ്പോൾ ഇവിടെയാണെങ്കിൽ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയും കൂടിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു മുഖ്യമന്ത്രി ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് പോകുന്നത് അത് എത്തിക്കലായിട്ട് ശരിയാണോ? അത് പ്രൊപ്രിറ്റി ആണോ? അത് ധാർമ്മികമായും അത് ശരിയാണോ? മന്ത്രിമാർക്കൊക്കെ വേണമെങ്കിൽ പോകാം. പ്രത്യേകിച്ച് സതീശനെ പോലൊരു വാഗ്മി, സതീശനെ പോലൊരു ബുദ്ധിജീവി, സതീശനെ പോലെ വലിയ നിലപാടുകളുടെ രാജകുമാരൻ ഒക്കെ ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അയാളൊരു ധനകാര്യമന്ത്രി കൂടാണ്. ഒരു സ്വർണ്ണക്കടയുടെ ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് പോകുന്നത് അതൊരു കാരണവശാലും ശരിയല്ല എന്നതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുക. അത് എത്തിക്കലല്ല, അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്ന്. രണ്ടാമത് വേറൊരു പ്രശ്നം അതിനകത്ത് കിടപ്പുണ്ട്. ഈ കേരളത്തിൻ്റെ സ്വർണ്ണക്കച്ചവടത്തിൻ്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ഇന്നിലാസ്റ്റിക് ആണ് കേരളത്തിലെ സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ്. നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുമ്പോൾ അറിയാമല്ലോ. അതായത് വില കൂടുന്നതനുസരിച്ച് ഡിമാൻഡ് കുറയും എന്നൊക്കെയാണല്ലോ, ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കാറുണ്ട്. പക്ഷേ സ്വർണ്ണത്തിൻ്റെ സ്ഥിതി എന്താ സുഹൃത്തുക്കളെ? സ്വർണ്ണത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് എത്ര വില കൂടിയാലും ഡിമാൻഡ് കുറയില്ല. ഇന്നിലാസ്റ്റിക് ആണ് സ്വർണ്ണത്തിൻ്റെ വില. ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പവനെന്തോ 1.25 ലക്ഷം രൂപയോ മറ്റോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കൺസംഷനുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ മൊത്തം ഗോൾഡ് കൺസംഷൻ 25% കേരളത്തിലാണ്.
കാരണം കേരളത്തിലെ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്ര വില, മിഡിൽ ക്ലാസ് എന്നല്ല, മിഡിൽ ക്ലാസ് ആയാലും പാവപ്പെട്ടവനായാലും ഒക്കെ തന്നെ വിവാഹം വന്നാൽ എന്ത് വില കൊടുത്തും കുറേ പവൻ സ്വർണം മേടിച്ച് പെൺമക്കൾക്ക് കൊടുത്തു വിടുക എന്നുള്ളത് കേരളത്തിലെ മിഡിൽ ക്ലാസ് മുതൽ താഴോട്ടുള്ള സോഷ്യലി ആൻഡ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള വിഭാഗത്തിൻ്റെ പോലും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതാണ്. എങ്ങനെ കടം മേടിച്ചായാലും ഒരു 100 പവൻ്റെയോ 50 പവൻ്റെയോ സ്വർണം മേടിച്ച് കൈ കൊടുത്തു വിടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉള്ള ഒരു മേഖല സ്വർണ്ണ കച്ചവടക്കാരുടെ മേഖലയാണ്. ആ മേഖലയിൽ ഇപ്പോഴത്തെ ഒരു കോൺസെൻട്രേഷൻ എന്താണെന്നറിയോ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് 100 കണക്കിന് 1000 സ്വർണ്ണ കച്ചവടക്കാർ കേരളത്തിലുണ്ടായിരുന്നു, ചെറുതും വലുതുമായിട്ടുള്ളത്. ഇപ്പം നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നറിയോ, ഈ ചെറിയ സ്വർണ്ണ കച്ചവടക്കാരെല്ലാം മേഖലയിൽ നിന്ന് തെറിച്ചുപോയി. ഇപ്പോൾ ഒരു 5-6 വലിയ സ്വർണ്ണ ബഹുമോത്തിക്കായിട്ടുള്ള 5-6 വലിയ സ്വർണ്ണ ഭീമ, കല്യാൺ ജ്വല്ലറി, മലബാർ ഗോൾഡ് എന്നൊക്കെ പറയുന്ന ഒരു 5-6 പ്രധാനപ്പെട്ട വലിയ ബഹുമോത്തിക്കായിട്ടുള്ള സ്വർണ്ണ കച്ചവടക്കാരാണ് സ്വർണ്ണ മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത്. ഇടത്തരക്കാരും ചെറിയവരൊക്കെ പോയി. ഡിസൈനർ സ്വർണം അത് ഇതെന്നൊക്കെ പറഞ്ഞ് കാണാമല്ലോ നമുക്ക്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് അങ്ങോട്ട്. ആ മേഖലയാണ് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നൊരു മേഖല. ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയുടെ ടേൺ ഓവർ കേരളത്തിൻ്റെ സ്വർണ്ണ മേഖലയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. 1.25 ലക്ഷം കോടി. 1.25 ലക്ഷം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.25 ലക്ഷം ഇൻറ്റു 1.25 ലക്ഷം കോടി രൂപ, അല്ല 1.25 ലക്ഷം എന്ന് പറയുന്നത് ഔദ്യോഗികമാണ്. അനൗദ്യോഗികമായി ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയിൽ കൂടുതൽ വിറ്റ് വരുമാനം കേരളത്തിൻ്റെ സ്വർണ്ണത്തിൻ്റെ മേഖലയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഔദ്യോഗികമായി തന്നെ 1.25 ലക്ഷം കോടി. അതിൻ്റെ GST വരുമാനം എന്ന് പറഞ്ഞാൽ 3%. ആ 3% വെച്ചിട്ട് 1.25 ലക്ഷം കോടി എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 3600 കോടി രൂപയുടെ നികുതി സ്വർണ്ണ മേഖലയിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. ഏതാണ്ട് 2 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 4000 കോടി രൂപയിൽ കൂടുതൽ GST കിട്ടേണ്ടതാണ്. 1.25 ലക്ഷം കോടി എന്ന് 3600 കോടി രൂപയുടെ GST കിട്ടണം. എന്നാൽ നിർഭാഗ്യവശാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്ന മേഖല സ്വർണ്ണ കച്ചവട മേഖലയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോവും. 3600 കോടി രൂപയുടെ നികുതി ലഭിക്കേണ്ടടുത്ത് ഏതാണ്ടൊരു കഷ്ടിച്ചൊരു 400-500 കോടി രൂപയുടെ നികുതി മാത്രമാണ് സ്വർണ്ണത്തിൽ നിന്ന് കേരളത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് എന്താ? വളരെ ക്ലിയർ അല്ലേ? അത് രാഷ്ട്രീയക്കാരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സ്വർണ്ണ കച്ചവടക്കാരാണ്. കാരണം സ്വർണ്ണ കച്ചവടക്കാർക്ക് 100 കോടി രൂപ ലാഭം കിട്ടുമെങ്കിൽ ഒരു 10 കോടി രൂപ രാഷ്ട്രീയക്കാരന് കൊടുത്താൽ പോരെ. ചെറിയവനും വലിയവനും ഒക്കെ ആയിട്ട് കോൺഗ്രസിനും അവർക്ക് CPM എല്ലാം കൂടി ചേർത്ത് ഒരു 10 കോടി കൊടുത്താൽ 90 കോടി പോക്കറ്റിൽ കിട്ടും. അതുകൊണ്ട് തന്നെ സ്വർണ്ണ കച്ചവട മേഖലയിൽ ഈ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായിട്ടുള്ള ഒരു ശ്രമവും ആ നികുതി പിരിച്ചെടുക്കാനായിട്ട് ഇടതും നടത്തുന്നില്ല, വലതും നടത്തുകയില്ല, ഇടതും നടത്തുകയില്ല. ഇപ്പോൾ ഇടതുപക്ഷം 10 വർഷം ഭരിച്ചല്ലോ. സ്വർണ്ണ മേഖലയിൽ നിന്ന് എത്രയാണ് കൂടിയത്? ഒന്നും കൂടിയിട്ടില്ല. അതേസമയം വിറ്റുവരവ് ഭയങ്കരമായിട്ട് കൂടുന്നു, വില ഭയങ്കരമായിട്ട് കൂടുന്നു, ലാഭം ഭയങ്കരമായിട്ട് കൂടുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നികുതി വെട്ടിപ്പ് നടക്കുന്ന ഒരു മേഖലയാണ് സ്വർണ്ണ കച്ചവട മേഖല. ആ സ്വർണ്ണ കച്ചവട മേഖലയിലെ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ ഒരു ഷോറൂം ഉദ്ഘാടനത്തിന് ധനകാര്യമന്ത്രിയായ മുഖ്യമന്ത്രി പോകുന്നത് ശരിയാണോ സുഹൃത്തുക്കളെ? ഇപ്പോൾ ഇടിമണിക്കൽ എന്ന് പറഞ്ഞ ജ്വല്ലറിക്കാരൻ എത്ര നികുതി കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നികുതി വെട്ടിപ്പുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വിറ്റുവരവിനനുസരിച്ചുള്ള നികുതി കൊടുക്കുന്ന ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇടിമണ്ണിക്കലുകാരനും കൊടുക്കേണ്ട സ്വർണം കൊടുക്കേണ്ട നികുതി കൊടുക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കാൻ ആളല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ ധനകാര്യമന്ത്രിയായ മുഖ്യമന്ത്രി VD സതീശൻ പോകുന്നത് ഏറ്റവും തെറ്റായ സന്ദേശം കൊടുക്കും എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമുണ്ട്. പക്ഷെ VD സതീശന് ബോധ്യമില്ല. അവിടെയാണ് പ്രശ്നം. VD സതീശന് അത് ബോധ്യമാകുന്നില്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹെലികോപ്റ്ററിൽ കയറി കഴിഞ്ഞാൽ വിമർശനം വരും എന്ന് VD സതീശന് ബോധ്യമാവുന്നില്ല. ആളുകൾ പ്രളയവുമായി ബന്ധപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും 100 കണക്കിന് വിഭവങ്ങളുള്ള സദ്യ കഴിച്ചാൽ കുഴപ്പമുണ്ട് എന്ന് VD സതീശന് തോന്നുന്നില്ല. നിക്ഷേപരെ കാണാനായിട്ട് അങ്ങ് എറണാകുളം വരെ ചെല്ലുന്നതിൽ കുഴപ്പമുണ്ട് എന്ന് VD സതീശൻ. അപ്പോൾ അതാണ് VD സതീശൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു പ്രശ്നം. VD സതീശന് ഇതിനകത്ത് ഒരു അധാർമികത തോന്നുന്നില്ല. വലിയ നികുതി വെട്ടിപ്പ് നടത്തുന്ന ഒരു മേഖലയിൽ, ആ മേഖലയിൽ
പ്രവർത്തിക്കുന്ന ഒരു സ്വർണ്ണ കച്ചവട സ്ഥാപനത്തിൻ്റെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അത് വിമർശനം ഉണ്ടാവില്ലേ എന്നുള്ള തോന്നൽ VD സതീശൻ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ട്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പത്തറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലൈറ്റർ വെയിനിൽ തന്നെ അവസാനിപ്പിക്കാം. ഹണി റോസ് ഉൾപ്പെടെയുള്ള സിനിമാ നടിമാർക്കും നടന്മാർക്കും ഒക്കെ സതീശൻ്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും സതീശൻ എന്ന മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് പോകരുത് എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് VD സതീശനോട് വളരെ വിനയത്തോടു കൂടി എനിക്ക് പറയാറുള്ളത്.